മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് UDF ഇന്ന് മാനന്തവാടി നഗരസഭയിൽ പ്രഖ്യാപിച്ച ഹർത്താലുണ്ട്. അതേസമയം തന്നെ വെറ്റിനറി സംഘം, മയക്കുവെടി സംഘം ഇവരെല്ലാം ഇന്ന് ഉച്ചയോടുകൂടി ഇങ്ങോട്ടെത്തി അവരുടേതായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും പ്രാഥമികമായിട്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കടുവയെ കൂട്ടിലേക്ക് എത്തിക്കുക, കൂട് വെച്ച് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ച റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള രഞ്ജിത്ത് കുമാർ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം തൊട്ടപ്പുറത്ത് ഈ രാധയ്ക്ക് ആക്രമണമേറ്റ സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് കാടാണ്. ആ കാട്ടിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. അത് ഇന്നലെ രാത്രിയോടുകൂടി അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിധി വിട്ട്, ഈ പ്രദേശം വിട്ട് കടുവ പോയിട്ടില്ല എന്ന കാര്യം അതിൽ നിന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചാളുകളെ മാത്രം, അതായത് ഒരു 5-ൽ കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലും ആ പ്രദേശത്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെയും അങ്ങോട്ടേക്ക് പ്രവേശനവുമില്ല. ആ രീതിയിലാണ് കാര്യങ്ങളെല്ലാം നീക്കുന്നത്. കാരണം ഒരു പക്ഷേ കൂടുതൽ ആളുകൾ കൂടുന്നത്, കൂടുതൽ ശബ്ദം കേൾക്കുന്നത്, ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഒരു പക്ഷേ കടുവ അങ്ങോട്ടേക്ക് വരില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ച് കൂട്ടിലേക്ക് തന്നെ കടുവയെ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരു പക്ഷേ അതിന് സാധിക്കാതെ വരികയാണെങ്കിൽ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി മയക്കുവെടി വെച്ച് പിടികൂടുക എന്നൊരു ദൗത്യവും മുന്നിലുണ്ട്. അതിന് കടുവയെ തിരിച്ചറിയുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ് വെടിവെച്ച് കൊലപ്പെടുത്തുക എന്ന ഉത്തരവ് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിലേക്ക്, 4ാം ഘട്ടത്തിലേക്കൊക്കെ ഒരു പക്ഷേ കടക്കുകയുള്ളൂ. എന്തായാലും കൂട് വെച്ച് കടുവയെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇവിടെയുള്ള ആളുകളോടൊക്കെ നേരത്തെ നമ്മൾ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. അവരെല്ലാം പറയുന്നൊരു കാര്യം, ഇവിടെ നിരന്തരമായിട്ട് കാട്ടുപോത്തുകൾ ഇറങ്ങുന്നു, ആനകൾ ഇറങ്ങുന്നു, ഇപ്പോൾ കടുവയും എത്തുന്നു. നമ്മൾ എത്രയൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോലും ഇവരുടെ ഭീതിയും ഇവരുടെ ഉള്ളിലുള്ള ആശങ്ക തന്നെയാണ് ഞാനും പ്രേക്ഷകരോട് പങ്കുവച്ചുകൊണ്ടിരുന്നത്. കമൽ നേരത്തെ ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും സ്വാഭാവികമായി നമ്മൾ ആലോചിച്ചു പോകുന്നതാണ്, എന്ത് കഷ്ടമാണ് ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. പണിക്കായി ഓരോ ദിവസവും പോകുന്നത് പോലെ ഇന്നലെയും പോയതാണ് രാധയ്ക്ക് ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചത്.